ഹായ് കുട്ടികളെ, ഇന്ന് ശരാശരി എന്ന ചാപ്റ്ററിൽ നിന്നും മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ. ചോദ്യം ഇതാണ്: 3 കുട്ടികൾ, അതായത് മേധ, ശ്രദ്ധ, മിത്ര, ഈ കുട്ടികളുടെ തക്കാളി തോട്ടത്തിൽ നിന്ന്, ടൊമാറ്റോ തോട്ടത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ശരാശരി തക്കാളി എത്രയാണ്? 4 കിലോയാണ്. അവർക്ക് 3 പേർക്കും ഓരോ തോട്ടമുണ്ട്. അപ്പോൾ തോട്ടങ്ങളുടെ എണ്ണം 3 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ചില ദിവസം അവർക്ക് കിട്ടുന്ന തക്കാളിയുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ടേബിൾ, അതായത് വർക്ക്ഷീറ്റ് തന്നിട്ടുള്ളത്. നോക്കുക, ആദ്യത്തേൽ 4 കിലോഗ്രാം 4 കിലോഗ്രാം 4 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ നമുക്ക് ടോട്ടലായിട്ടുള്ളത് അറിയാം. എത്രയാണ് വരുന്നത്? 12 കിലോഗ്രാം വരും. കാരണം 3 തോട്ടമാണുള്ളത് അല്ലേ. അപ്പോൾ 4 × 3 12 എന്ന് വരും ഇല്ലേ. ഇനി ഈ ചില ബ്ലാങ്കുകളുണ്ടല്ലോ, ഈ ബ്ലാങ്കുള്ള ഭാഗത്ത്, അതായത് ലൈനായിട്ട് ഇട്ടിട്ടുള്ള ആ ഭാഗത്ത് എത്രയാണ് നമുക്ക് കണ്ടെത്തേണ്ട തക്കാളിയുടെ കിലോഗ്രാം എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത്, ആദ്യത്തെ ബോക്സിൽ ബ്ലാങ്കിൽ 3 തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ രണ്ടാമത്തെ തോട്ടത്തിൽ നിന്ന് 6 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ തോട്ടത്തിൽ എത്രയെന്ന് അറിയില്ല. അതിന് പകരം നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ കൂട്ടിയ 12 കിലോ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം 6 3 കൂട്ടിയാൽ 9. പിന്നെ ഒരെണ്ണത്തിന് നമുക്ക് അറിയില്ല, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും ഇടാം. സമം 12 എന്ന് പിന്നെ എഴുതാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ള അടുത്ത്, അതായത് എത്രയാണ് കിട്ടേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? 12-ൽ നിന്നും എന്ത് ചെയ്യണം? 9നെ കൂട്ടുക കുറയ്ക്കുക വേണ്ടേ? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്താ അവിടെ പ്ലസ് എന്ന 9 ഈ ഭാഗത്തോട്ട് വരുമ്പോൾ അതെന്തായിട്ട് മാറും? -9 ആയിട്ട് മാറും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3 കിലോഗ്രാം എന്ന് കിട്ടും. കണ്ടോ? ആദ്യം തന്നത് കൂട്ടുക, എന്നിട്ട് സമത്തിന് ഇരുവശം, ഈക്വൽസിന് ഇരുവശം എന്ത് എഴുതണം? ആകെ എത്ര കിലോ എന്നുള്ളത് എഴുതണം. അങ്ങനെ കിട്ടാനുള്ള ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? കൂട്ടിയിട്ടുള്ള തുക ഈ വശത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി നമുക്കത് ഈ ബോക്സിൽ എഴുതി ചേർക്കാം കേട്ടോ. ശ്രദ്ധയുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയത് 3 കിലോ. അപ്പോൾ കണ്ടോ, എല്ലാം കൂടെ കൂട്ടി 12 കിലോ കിട്ടുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ചെയ്ത് നോക്കാം. 3 + 9 = 12 കിലോഗ്രാം അല്ലേ. ഏതേതാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3 + 3 + ക്വസ്റ്റ്യൻ മാർക്ക് = 12. അപ്പോൾ 3 3 കൂട്ടിയാൽ 6. ഇത് ഈസി അല്ലേ. ഇനി 12-ൽ നിന്നും എന്ത് ചെയ്താൽ മതി? 6 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിലോ. ഓക്കെ, അവിടെ 3 കിലോ വീതം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 2 തോട്ടത്തിൽ നിന്ന് അളവ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ തോട്ടത്തിൽ നിന്ന് എത്ര കിലോ എന്ന് തന്നിട്ടില്ല. അത് കണ്ടെത്തുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് 3 കൂടെ കൂട്ടിയാൽ 12 എന്നാണ് അറിയാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 കിലോ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 3 + 3 12-ൽ നിന്ന് കുറച്ചു, അതായത് 6 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 കിലോ എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് തന്ന പട്ടികയിൽ താഴെ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതുക. പക്ഷെ 12 കിട്ടണം. അതിൻ്റെ ടോട്ടൽ 12 കിട്ടണം. ആ രീതിയിൽ നിങ്ങളതൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ആ ഒഴിഞ്ഞ ഭാഗത്ത് ഒന്ന് എഴുതി കൊടുക്കുക. 3 കൂടെ കൂട്ടിയാൽ 12 കിട്ടണം. നിങ്ങളിതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോട്ടിൽ എഴുതിയെടുക്കുക. ഒരു കൂട്ടം അളവുകളുടെ ശരാശരി കാണാൻ അളവുകളുടെ ആകെ തുകയെ അളവുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് ചെയ്ത് നോക്കുക. ഒരു ദിവസം 150 രൂപ കിട്ടുമെങ്കിൽ ആകെ എത്രയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ.